ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ ഇത് കേൾക്കണം. കാരണം ക്രെഡിറ്റ് കാർഡ് ഉണ്ടോ, ചിലപ്പോൾ നിങ്ങൾ 31 ലക്ഷം ഇന്ത്യൻ രൂപക്ക് കടക്കാരനാവാം. എന്നല്ല, എൻ്റെ ഒരു സുഹൃത്ത് പ്രവാസിയാണ്, മലയാളിയാണ്. ക്രെഡിറ്റ് കാർഡ് എടുക്കാൻ വേണ്ടി അദ്ദേഹം ഒരു ഏജൻറ്റിന് ഡോക്യുമെൻസും കാര്യങ്ങളും അയച്ചു കൊടുത്തു. അതിനുശേഷം നിങ്ങളുടെ സാലറി ഇതിന് എലിജിബിൾ അല്ല എന്ന് പറഞ്ഞ് ആ കോൺവെർസേഷൻ അത് അവർ അവിടെ നിർത്തി എന്നല്ല. അതിനപ്പുറത്തേക്ക് ഈ പറയുന്ന എൻ്റെ സുഹൃത്ത് വേറൊന്നും ചെയ്തിട്ടില്ല. പിന്നെ 4 ദിവസം മുമ്പ് അദ്ദേഹത്തിന് ഒരു പ്രമുഖ ബാങ്കിൽ നിന്ന് കോൾ വന്നപ്പോഴാണ് അദ്ദേഹം അറിയുന്നത് താൻ 31 ലക്ഷം ഇന്ത്യൻ രൂപക്ക് കടക്കാരനാണെന്ന്. ഈ ചെറിയ പ്രായമുള്ള എൻ്റെ ആ സുഹൃത്ത് പെട്ടെന്ന് വല്ലാതെ ബേജാറായിപ്പോയി. അവർ ഇപ്പോൾ ബാങ്ക് ഇദ്ദേഹത്തിനെതിരെ കേസിനും അതുപോലെ തന്നെ ഈ ട്രാവൽ ബാനും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ് എന്നാണ് പറയുന്നത്. കഴിഞ്ഞ മെയ്യിൽ ഇദ്ദേഹത്തിൻ്റെ പേരിൽ ഇദ്ദേഹം വർക്ക് ചെയ്യുന്ന ജോലി ചെയ്യുന്ന ഒരു പ്രമുഖ കമ്പനിയുടെ പേരിൽ നിന്നും ഒരു മെയിൽ പോവുകയും ആ സന്ദേശത്തിന് പിറകെ തന്നെ ലോണ് പാസ്സാവുകയാണ് ഉണ്ടായത്. ഇതിൻ്റെ പിന്നിലുള്ള കഥയൊക്കെ നമുക്ക് അറിയില്ല, അവരായിട്ട് തീരുമാനിക്കട്ടെ. ആദ്യത്തെ അടവ് ഈ ചെയ്ത ആൾക്കാർ നല്ല വിദഗ്ധമായി അടക്കുകയും അതിനുശേഷം ഒരു നമ്പർ ഈ ടീം കൊടുക്കുകയും സെക്കൻഡറി ആയിട്ട് ഈ പറഞ്ഞ ഇദ്ദേഹത്തിന് നമ്പർ കൊടുക്കുകയാണ് ചെയ്തത്. ബാങ്ക് വിളിച്ചിട്ട് കിട്ടാതായപ്പോൾ പിന്നെ സെക്കൻഡറി നമ്പറിൽ വിളിച്ചപ്പോഴാണ് താങ്കളാണോ ഈ ഇന്ന ആളാണോ എന്ന് ചോദിച്ചപ്പോൾ ഇയാൾ പറഞ്ഞു ഞാനാണ്, നിങ്ങളുടെ പേരിൽ 31 ലക്ഷം ഇന്ത്യൻ രൂപയുടെ ഒരു കടമുണ്ട്. അപ്പോൾ ക്രെഡിറ്റ് കാർഡ് എടുക്കുന്ന എല്ലാവരോടും പറയാനുള്ള ഒരു കാര്യം, ലോൺ എടുക്കുന്നതും ക്രെഡിറ്റ് കാർഡ് എടുക്കുന്നതുമായ ആൾക്കാർ ഏജൻറ്റുകളുമായി നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ഷെയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ബാങ്കിൽ പോയി അതിൻ്റെ ഓതറൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കുക.